പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഓലച്ചെടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഓലച്ചെടിയും പിന്നെ മറ്റ് കുറച്ച് ചെടികളെ വിശേഷങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഒന്ന് വീഡിയോയ്ക്ക് പോകട്ടോ. വീഡിയോയിൽ നമ്മളിവിടെ ഈ സ്നേക്ക് പ്ലാന്റ്സ് നിറച്ച് പിന്നെ പണ്ട് എന്താണ് ഇതിന് പേര് അറിയാത്ത ചെടികളുണ്ട് കുറച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വെയിൽ കൊള്ളാത്ത സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇതിന് ശരിക്കും വെയിൽ കൊണ്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആക്കിയിട്ട് വേണമെങ്കിൽ വെക്കാം. അത് ഒരു കുഴപ്പമില്ലാതെ വലിയൊരു നനയും വേണ്ട. അതങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് നനച്ചു കൊടുത്താലും മതി. ഇതിന് തീരെ നനയില്ലെങ്കിലും അതങ്ങനെ നിന്നോളും. 2-3 മാസം നനച്ചില്ലെങ്കിലും അത് ഒരു കേടില്ലാതെ വളരും കേട്ടോ. ഇതിങ്ങനെ ഒരു പിന്നെ ഇത് നല്ല റൗണ്ട് ഷേപ്പിൽ കത്തിൻ്റെ മാതിരി ഉണ്ടത്. പിന്നെ റൗണ്ട് ഷേപ്പിലുണ്ട് കേട്ടോ. പിന്നെ അത് ഇതിൻ്റെ അടിയിൽ നിന്നൊരു പൂവുണ്ട് വരും കേട്ടോ. ഒരു വെള്ള കളറ്, പിന്നെ കാണാൻ വലിയൊരു ഭംഗിയൊന്നും ഇല്ലാത്തൊരു പൂവാണ്. പക്ഷേ ഇതിൻ്റെ ഈ തണ്ടാണ് ഇതിന് ഉള്ള ഭംഗി ഇതായിരുന്നു കേട്ടോ. നമുക്ക് അതിൻ്റെ തണ്ട് മുറിച്ചില്ലാണ്ട് കുത്തിയാലും അതുണ്ടാവും. തൈ വേണമെങ്കിൽ പറിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും. അത് പെട്ടെന്ന് തൈകളുണ്ടാവും. പക്ഷേ വളർച്ച കുറച്ച് പിന്നെ കുറവാണെങ്കിലും നമുക്ക് അത് പിന്നെ തൈകളുണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ ഇത് മഞ്ഞ കളറാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുഴിച്ചിട്ടിട്ട് ഇതിങ്ങനെ കളറ് ചേഞ്ചായി വരുന്നുള്ളൂ. ഇതിന് മഞ്ഞ കളർ, ഇത് പല കളറുകളായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് കളറുകളാണ്. ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വെച്ചിട്ടാണ് ഇതിൻ്റെ കളറ്, സ്വാഭാവിക കളർ അത് വരാത്ത കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മൾ ഇതുണ്ടല്ലേ കോളാമ്പി അല്ല കേട്ടോ. ഇത് പിന്നെ കോളാമ്പിൻ്റെ ടൈപ്പ് ആണെങ്കിലും ഇത് കോളാമ്പി അല്ല. പിന്നെ ഇത് വള്ളി ഉണ്ടായിട്ടാണ് ഇത് ഉണ്ടാവുക കേട്ടോ. നിറയെ പൂക്കളുണ്ട്. ഇത് ഇങ്ങനെ വള്ളിയായിട്ട് പടർന്ന് നമുക്ക് പിന്നെ ഒരുപാട് പൂക്കളും തരുന്നുണ്ട്. ഇത് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു തണലും ആവും കേട്ടോ. ഇത് കണ്ടില്ലേ, അത് ആ ഭാഗത്തേക്കൊക്കെ പടർന്ന് നമ്മൾ ഈ തൂക്കുചട്ടിൻ്റെ ഭാഗത്തോട്ടൊക്കെ പടർന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല പൂക്കളാണ് ഇതിൻ്റെ കേട്ടോ. നല്ല പിന്നെ അട്രാക്ഷനുള്ളൊരു കളറാണ് ഇതിൻ്റെ പൂക്കളുടെ. ഇത് ഒരു ദിവസം നിൽക്കുള്ളൂ കേട്ടോ. ഈ പൂവ് ഇന്നുണ്ടായ പൂവ് നാളെ കണ്ട് ചാടും. അങ്ങനെ ചാടി അങ്ങനെ പൂവാണ് പതിവ്. പിന്നെ കുറേ ദിവസം നിൽക്കൊന്നുമില്ല, ഒരൊറ്റ ദിവസം ഇതിൻ്റെ പൂക്കൾ നിൽക്കുള്ളൂ. പക്ഷേ ഒന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അതിൻ്റെ അടുത്തൊരു പിറ്റേന്ന് ഒരു പൂവ് വിരിയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അത് നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് അങ്ങനെ വിരിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂക്കളുണ്ട്. നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് കണ്ട ഒരു ഇലച്ചെടി നമ്മളിതൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചതാണ്. ചെറിയ നല്ല വണ്ണമുള്ള കൊമ്പ് മുറിച്ചിട്ടാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ നല്ല വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. വേരുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ബോൺസായി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടൊരു 1.5 വർഷമായിട്ടോ. അപ്പോൾ ഇതങ്ങനെ തന്നെ നമ്മൾ നിർത്തിക്കുകയാണ്, ഇത് ബോൺസായി ആക്കി വളർത്താൻ വേണ്ടിയിട്ട്. അത് നമ്മളിനി പിന്നെ ഈ ഓട്ടമില്ലാത്ത പാത്രത്തിൽ അത് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ചൂടാറാത്തൊക്കെ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ ആ സ്റ്റീലെടുത്തിട്ടിട്ട് നമ്മളിത് അതിലാണ് കുഴിച്ചിട്ടുള്ളത്. ഇനി ഇത് കുറച്ചുകൂടി നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ ഒരു പിന്നെ ബോൺസായി പിന്നെ പോട്ട് കിട്ടും വാങ്ങാൻ. അപ്പോൾ അതിക്ക് മാറ്റി നടാനാണ്. ചെമ്പിൻ്റെ, പിച്ചളൻ്റെ, അതുപോലെ അങ്ങനത്തെ ഈ കേട് വരാത്തതും കാണാൻ ഭംഗിയുള്ളത് പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ ഈ നമുക്ക് ഈ ബോൺസായിൻ്റെ പോട്ടുകൾ കുറച്ച് നല്ല വിലപിടിപ്പുള്ള പിന്നെ പോട്ടാണ് അത് കേട്ടോ. അതിലേക്ക് മാറ്റി നടുമ്പോൾ നമുക്കത് കാണാൻ നല്ല രസമുണ്ടാകും. ഞാനിത് ഇങ്ങനെ വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. വെറുതെ കൊത്തി മുറിച്ചതല്ല. നമ്മൾ നല്ല വൃത്തിയായ മുറിച്ചുള്ള വാൾ കൊണ്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഇവിടെയൊക്കെ നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതങ്ങനെ കൂടുതലായി കാണാനൊരു ഭംഗിയില്ലാതെ അങ്ങനെ ഉണ്ടാവും. ഇത് റംബുട്ടാൻ്റെ തൈകളാണ് കേട്ടത്. റംബുട്ടാൻ്റെ തൈകൾ നമ്മൾ പിന്നെ ഇതിൻ്റെ മുമ്പ് ബെഡ് പിടിപ്പിക്കണ ഒരു പിന്നെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു. ഇത് ഇങ്ങനെ ഒരു
ഫേണ് ഇതിൽ ഇതാണ് കേട്ടോ. ഇതിപ്പോൾ കല്ലുമേലും ഇതിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നതാണ്. ഞാനതൊരു അവിടുന്ന് പറിച്ചിട്ട് ഒരു മരത്തിൻ്റെ ഒരു കൊള്ളിമേൽ ഉണ്ടാക്കിയതാണ് ഇത്. ഇങ്ങനെ അവിടെ ചാരി അങ്ങനെ അവിടെ ഇടയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ അവിടെ ഇരുന്നോളും. അത് കാണാൻ ഇതെന്തോ ഒരു എന്തോ ഒരു ഗുണമുള്ളൊരു സസ്യം കൂടിയാണ് കേട്ടത്. പിന്നെ അതുപോലെ തന്നെ ഓലച്ചെടി നമ്മളടുത്ത് ഇവിടെയുണ്ട്. പിന്നെ ഇത് ഇവിടെ ഉള്ളത് നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇത് കാപ്പി കളറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അത് നമ്മളിപ്പോൾ പിന്നെ കുറച്ച് ചേമ്പിൻ്റെ തൈകൾ ഉണ്ടാക്കിയാണ് കേട്ടോ. ചെറിയ വിത്തുകളതിന് അത് ഓരോരോ ഇതിൻ്റെ കുയിലിങ്ങനെ ഇട്ടിട്ട് ഇതിപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല പിന്നെ നല്ല വളർച്ചയാണ് ഇതിന്. നല്ല വളമൊക്കെ ചെയ്ത് ഇവിടെയൊക്കെ മുളച്ച് വരണുണ്ട് കേട്ടോ. ഇത് മുളച്ച് വരുന്നുണ്ട്, ഇവിടെ മുളച്ച് വരുന്നുണ്ട്. ഇവിടെ ഒരു 4-5 കുയിൽ ഇല്ല. പിന്നെ ഇങ്ങനെ അതും മുളച്ച് വരേണ്ടത് കണ്ടില്ല. അതിപ്പോൾ പിന്നെ ഇവിടെ മുളക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിത്തുകളും മുളക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കേട്ടത്. ഈ റെഡ് പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട വേറൊരു ചെടിയാണ് കേട്ടോ. നമുക്ക് ഈ ചെടികളൊക്കെ ബോർഡർ പിടിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു ചെടിയാണ്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെ ചെറിയ കവറിലും ഒക്കെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ തൈകളായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടും വെക്കും, അല്ലാതെയും പറിച്ച് നടും കേട്ടോ. ഇതിപ്പോൾ ഇന്ന് കുറച്ച് പിന്നെ റോസിൻ്റെ തൈകൾ കമ്പ് നട്ടതാണ് കേട്ടോ. ഇത് പിന്നെ ഒരു മഞ്ഞ ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇതിൻ്റെ പൂവൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ മുൻപ് കാണിച്ചതാണ് കേട്ടോ. ഇത് നല്ലൊരു ചെടിയാണിത്. ഇതിൻ്റെ ഒരു റെഡ് കളറ് ആണ് ഇതിൻ്റെ പൂവ്. നല്ല കൊലകൊലായിട്ട് പൂക്കളുണ്ടാവും. ഇത് കണ്ടില്ല, ഇത് ഇപ്പോൾ തന്നെ പൂവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ബുഷല്ല, അത് ബുഷിൻ്റെ ഒരു വേറൊരു പദവേതാണ്. ഇത് നല്ല പൂക്കളിങ്ങനെ നീലുണ്ടാവും, കാണാനും നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ മല്ലിക അത് ഒക്കെ ചാടി പോയിട്ടുണ്ട്, ഒരു ഉഷാറായിട്ടില്ല. പിന്നെ നമ്മളിവിടെ ചെറിയ തെച്ചിൻ്റെ പൂവ് പിന്നെ തൈ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ കവറിലാണിത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ അടുത്ത് ഒരു 2 മാസമായിട്ടുള്ളൂ വെച്ചിട്ട് കേട്ടോ. ഇതിപ്പോൾ പൂവായി വരുന്നുണ്ട്. ഇത് റെഡ് കളറാണ് കേട്ടോ. പിന്നെ അതൊരു മുള്ളുള്ളത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് പുറത്തുണ്ട്, ഇത് പൂവിട്ട് നിൽക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടില്ല, ഇതിൻ്റെ പിന്നെ ഇത് നമുക്ക് ഇൻഡോർ ആക്കി വെക്കാൻ പറ്റിയൊരു നല്ലൊരു ചെടിയാണ് കേട്ടോ. നല്ല കളറാണ് ഇതിൻ്റെ പിന്നെ ചെടി. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട് ഇവിടെ. പിന്നെ ഇലച്ചെടികൾ അതുപോലത്തെ ഇവിടുത്തെ ഈ പടർന്നു പോണ പിന്നെ ഇത് നമുക്ക് ഇൻഡോറാക്കി വെക്കാൻ പറ്റിയ ചെടികളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ ഇവിടെ റോസ് ഉണ്ട് കേട്ടോ. റോസ് ഇന്ന് നമ്മൾ പ്രൂൺ ചെയ്തതാണ് കേട്ടോ. അത് പ്രൂൺ ചെയ്തൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തി ഇതാണ് ഇപ്പോൾ. ഇത് പിന്നെ അതിൽ ഒരുപാട് പിന്നെ റോസ് ഉണ്ട്. 2 കളറ് റോസാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെ നല്ല വലുപ്പമുള്ള പൂക്കളുമാണ്. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഇത് ഇപ്പോൾ ഈ പൂവുണ്ടായതുകൊണ്ടാണ് ബാക്കിയുള്ളത് കട്ട് ചെയ്യാത്തത് കേട്ടോ. നമ്മൾ റോസ് എപ്പോഴും നമ്മൾ കട്ട് ചെയ്തെടുക്കണം, എന്നാലേ ഈ റോസിൻ്റെ പിന്നെ അധികം പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ പേരറിയാത്ത ചെടിയാണ് ഫുള്ള് കേട്ടോ. എല്ലാ ചെടി ഞാൻ അങ്ങനെ പേരൊന്നും നോക്കലില്ല. കിട്ടണമൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ടും പിന്നെ അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടൊക്കെ പാടെ അങ്ങനെ ചെയ്യലാണ് കേട്ടോ. ഇന്ന് ഇവിടെ ബിഗോണിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചേമ്പ് വർഗത്തിൽപ്പെട്ട ഒരു 1-2-3 ചേമ്പ് ഉണ്ട് ഇവിടെ കേട്ടോ. ഈ ചേമ്പ് പിന്നെ ഇതിൻ്റെ തൈകളാണ് നമ്മൾ നേരത്തെ കാണിച്ചത് കേട്ടോ. പിന്നെ അതേമാതിരി ഒരു വയലറ്റ് കളർ ഒരു ചേമ്പിൻ്റെ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് പിന്നെ അഗ്ലോണി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടികളും ഉണ്ട് കേട്ടോ. ഇതൊരു ഫേണ് ചെടിയാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയത്. ഇത് രണ്ടും നല്ല ഭംഗിയായിക്കാരം ഇതിൻ്റെ ഇത് ഇങ്ങനെ. ഇത് പണ്ടൊക്കെ നമ്മൾ കിണറിൻ്റെ സൈഡിൽ അവിടെ നനവുള്ളിടത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ചെടികളായി മാറിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര വിലയാണ് നമ്മൾ പിന്നെ ഈ നഴ്സറിയിൽ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അത് നമുക്ക് അവിടെയും ഇവിടെയൊക്കെ കളക്ട് ചെയ്യാവുന്നതുള്ളൂ. നമ്മളിപ്പോൾ എന്ത് കളക്ട് ചെയ്താലും നഴ്സറിക്കാർ പറയും അതല്ലാന്ന്. ഞാൻ ഇതിൻ്റെ ഒരു ഇത് കമ്പ് കൊണ്ടുപോയിട്ട് നഴ്സറിയിൽ കാണിച്ചെടുത്തപ്പോൾ അവർ പറഞ്ഞത് അതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് കുഴിച്ചിട്ടപ്പോൾ പിന്നെ അത് ഇതേമാതിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേമാതിരി തന്നെ അവർ പറഞ്ഞത് അത് വേറെ ഇത് വേറെ എന്നൊക്കെ ഒരു മാറ്റമില്ല. ഞാനത്
കൊണ്ടുപോയി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ചിട്ട്. അപ്പോൾ നഴ്സറിക്കാർ പറഞ്ഞ് നമുക്ക് കിണറിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടിയതൊന്നും പിന്നെ അവർ അടുത്തുള്ള അതല്ലാതെ വേറെയാണെന്ന് പറയട്ടോ. പിന്നെ അതുപോലെ ഇതുണ്ട്, ഇത് നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ, ചെടിയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ ഫുള്ള് ബിഗോണിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ബിഗോണിന്ന് പൂക്കളുണ്ട്, ഇത് പല കളറുള്ള പൂക്കളും ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ഒരു കാട് പോലെ ഇങ്ങനെ വളർന്ന് ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ അത് ഉണ്ടല്ലേ, ഇതൊക്കെ നല്ല കളറ്, നമുക്ക് നല്ല കളറാണ്. റെഡ് കളറ്, ഇതിൻ്റെ അടിഭാഗമാണ് നല്ല കളറ്. ഇത് നല്ല പൂക്കളും ഉണ്ടാവും കേട്ടോ. ഇത് ഒരു പൂച്ചെടിയാണ്. ഇന്ന് നനച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി കുറച്ച് മഴ പെയ്തപ്പോൾ സൈഡിലുള്ള ചെടികൾക്കൊന്നും അത്ര പിന്നെ നനവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അത് വാടിയിട്ടുള്ളത്. ഇതിനൊക്കെ ഓരോ ചെറിയൊരു വാട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെയാണ് നനക്കൽ കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ അത്ര നീട്ടിക്കൊണ്ട് പോകുന്നില്ല കേട്ടോ. എനിക്ക് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.